മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻകോഡേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഡീമൾട്ടിപ്ലക്സേഴ്സിനെയും അതുപോലെ എൻകോഡേഴ്സിനെയും കുറിച്ചിട്ടൊരു ക്ലാസ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞത്. അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? 1:8 ഡീമൾട്ടിപ്ലക്സർ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ 1:16 ഡീമൾട്ടിപ്ലക്സറിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡീമൾട്ടിപ്ലക്സേഴ്സ് അഥവാ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിമക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അടുത്ത സെക്ഷനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എൻകോഡേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ എൻകോഡേഴ്സിൽ നമ്മൾ ആദ്യമായിട്ട് എൻകോഡർ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രയോറിറ്റി എൻകോഡറിനെ കുറിച്ചിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടൽ ടു ബൈനറി എൻകോഡറിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഈ സ്ക്രീനിനകത്ത് കാണുന്ന ട്രൂത്ത് ടേബിൾ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ 8:3 പ്രയോറിറ്റി എൻകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇതിന് മുന്നേ നമ്മൾ 4:2 എൻകോഡർ പഠിച്ചു. D0, D1, D2, D3 എന്ന് പറഞ്ഞിട്ടുള്ള 4 ഇൻപുട്ടും Y0, Y1 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഔട്ട്പുട്ടും അടങ്ങിയിട്ടുള്ള ഒരു 4:2 എൻകോഡർ അഥവാ പ്രയോറിറ്റി എൻകോഡറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഈ സ്ക്രീനിൽ കാണുന്ന എൻകോഡറാണ് 8:3. 1, 2, 3, 4, 5, 6, 7, 8 ഇൻപുട്ടും 1, 2, 3 ഔട്ട്പുട്ടും അടങ്ങിയിട്ടുള്ള എൻകോഡർ. അതായത് 8:3 പ്രയോറിറ്റി എൻകോഡർ എന്ന് നമ്മൾ പറയും. അതായത് 8 ഇൻപുട്ട് ലൈനും വരയ്ക്കുന്നു, അതുപോലെ 3 ഔട്ട്പുട്ട് ലൈനും നമ്മൾ വരയ്ക്കും. A2, A1, A0 എന്ന് ഞാൻ അസൈൻ ചെയ്ത വാല്യൂ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ Y2, Y1, Y0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഏത് വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. നിങ്ങൾ എന്ത് വേരിയബിളാണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കിക്കോളൂ. ഇതിലെങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ കൊടുത്ത് ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ളത് D7 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് പോകുന്നത് അല്ലേ? D7, D6, D5, D4, D3, D2, D1, D0. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കാം? ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D0 ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താ? D0 അല്ലേ? ഫസ്റ്റ് D0 തുടങ്ങുക, ലോവസ്റ്റ് പ്രയോറിറ്റി D0 അല്ലേ? അപ്പോൾ D0ക്ക് നമ്മൾ ആദ്യം 1 എന്ന് അസൈൻ ചെയ്യും. ബാക്കിയുള്ള എല്ലാ ബിറ്റും നമ്മൾ 0 എന്ന് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നത് 0, 0, 0 ആയിരിക്കും. ഒക്ടൽ നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ നമ്പറാണ് 0. അതായത് 0, 0, 0 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു ബൈനറിയിൽ അല്ലേ? ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ D1ന് 1 കൊടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ബിറ്റിനും 0 ആക്കി കൊടുക്കും. അതിന് തൊട്ട് മുന്നിലുള്ള ബിറ്റും 0, പിന്നിലുള്ള ബിറ്റും 0, എല്ലാതും 0 ആക്കും. D1ന് മാത്രം 1 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്നത് 0, 0, 1 ആയിരിക്കും. ഒക്ടലിലെ 1 അല്ലേ ഇത്? 0, ഇത് 1, ഇത് 2, 3, 4, 5, 6, 7. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ 1 നമ്മൾ D2ൽ കൊടുക്കുന്നു. ബാക്കിയുള്ള എല്ലാതും നമ്മൾ D3, D4, D5, D6, D7 നമ്മൾ 0 എന്ന് അസൈൻ ചെയ്യുന്നു. അതുപോലെ D1ഉം D0യും നമ്മൾ എന്ത് കൊടുക്കും? 0 എന്നും അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0, 1, 0 എന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ നാലാമത്തേത് നമ്മൾ എവിടെ കൊടുക്കും? D3ൽ 1 കൊടുക്കുന്നു. D3ൽ 1 കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള എല്ലാ ബിറ്റും 0യും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ബിറ്റും 0യും ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? 0, 1, 1 എന്ന് കിട്ടും. അതായത് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വാല്യൂ നമുക്ക് എവിടെ കിട്ടും? D3ൽ 1 കൊടുക്കുമ്പോൾ കിട്ടും അല്ലേ? ഇനി D4ൽ 1 കൊടുക്കുമ്പോൾ D5, D6, D7 എന്താ? 0 ആയിട്ട് അസൈൻ ചെയ്തു. അതേപോലെ D3, D2, D1, D0ക്ക് നമ്മൾ 0 എന്ന് കൊടുത്തു. D4നെ മാത്രം 1 ആയിട്ട് അസൈൻ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1, 0, 0 എന്ന് നമുക്ക് കിട്ടും. 4 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ? ഇനി അടുത്ത് D5നെ 1 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. 5ന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ടിനകത്ത് എന്താ കിട്ടുക? 1, 0, 1 അതായത് 1, 0, 1 എന്ന് പറഞ്ഞ ഒക്ടൽ സംഖ്യ നമുക്ക് കിട്ടും അല്ലേ? അതായത് 5 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. നോക്കൂ, ബാക്കിയുള്ള എല്ലാതും ഞാൻ 0 ആണ് കൊടുത്തത്, വാല്യൂ 0 ആണ്. ഈ D5നെ മാത്രമാണ് എന്ത്? 1 കൊടുത്തിട്ടുള്ളൂ. അതേപോലെ നെക്സ്റ്റ് കേസ് നോക്കൂ, D6ന് 1 കൊടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ബിറ്റും ലോവർ ബിറ്റുകളല്ലേ? എല്ലാതും ലോ വാല്യൂ ആണ്. D6 മാത്രം ഹൈ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1, 1, 0 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഫൈനലി D7ന് 1 കൊടുക്കുമ്പോൾ ബാക്കിയുള്ള പിന്നിലുള്ള എല്ലാ ബിറ്റുകളും എന്താ? 0 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1, 1, 1 അഥവാ
111 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഈ ഔട്ട്പുട്ടിൻ്റെ കോമ്പിനേഷൻസ് എഴുതാൻ അറിയില്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്തും 0000 2 പ്രാവശ്യം എഴുതും, 0101 2 പ്രാവശ്യം എഴുതും, 1010 2 പ്രാവശ്യം എഴുതുന്നു, 1111 എന്ന് നമ്മൾ 2 പ്രാവശ്യം എഴുതുന്നു. ഇനി മൂന്നാമത്തെ ബിറ്റായിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് 01010101 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ 0യും 1ഉം അസൈൻ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ ഒക്ടൽ ടു ബൈനറി എൻകോഡറിലെ 8x3 പ്രയോറിറ്റി എൻകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. A2-നൊരു ഇക്വേഷൻസ് കണ്ടുപിടിക്കണം, A1-ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം, A0ക്കും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ സപ്പോസ് A0 ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ A0യിൽ എവിടെയൊക്കെ 1 വരുന്നുണ്ടോ എന്ന് നോക്കാം. ആ 1ൻ്റെ നേരെ വരുന്ന വാല്യൂസ് നോക്കാം, അതിലെവിടെയൊക്കെ 1 വരുന്നു എന്ന് നോക്കാം. ഇങ്ങനെ എഴുതാനറിയില്ലേ? അതേപോലെ അടുത്ത A0 കണ്ടോ, ഇവിടെ A0 എവിടെയൊക്കെ 1 വരുന്നു അതൊക്കെ നമ്മൾ നോക്കി എഴുതാം. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എഴുതണമെന്ന് നോക്കൂ. ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ടില്ലേ ഒക്ടൽ ടു ബൈനറി എൻകോഡറിൻ്റെ ചിത്രമാണ് വരച്ചിട്ടുള്ളത്. നേരത്തെ സ്ക്രീനിൽ കാണിച്ച അതേപോലെ തന്നെ ഇത് റിട്ടൺ നോട്ടിൽ വരച്ചിട്ടുള്ളതാണെന്ന് മാത്രം. D7 D6 D5 D4 D3 D2 D1 D0. അതേപോലെ A2 A1 A0 എന്ത് വാല്യൂ കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കണ്ടോ 8x3 പ്രയോറിറ്റി എൻകോഡർ എന്ന് കൊടുത്തത് കണ്ടോ, അതായത് 8 ഇൻപുട്ടും 3 ഔട്ട്പുട്ടും, അതാണ് 8x3 പ്രയോറിറ്റി എൻകോഡർ. ഇത് നോക്കൂ, ഇവിടെ നിന്നും താഴോട്ട് ഡയഗണലായിട്ട് നമുക്ക് 1 കിട്ടുന്നില്ലേ? അങ്ങനെ ആയിരിക്കും നമ്മുടെ വാല്യൂ കിട്ടുക. D7 കിട്ടും, D6 D5 D4 D3 D2 D1 D0 എല്ലാത്തിലും നമുക്ക് എന്ത് കിട്ടും? ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് 1 കിട്ടും. ഇനി നോക്കൂ, ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നോക്കൂ, ആദ്യം A0ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. A0ൻ്റെ ഇക്വേഷൻസ് നോക്കിക്കോളൂ, എവിടെയൊക്കെയാണ് വാല്യൂ ഉള്ളത് നോക്കിക്കോളൂ കേട്ടോ. A0ക്ക് നോക്കൂ, ടേക്കിംഗ് ഓൾ വൺസ് ഓഫ് A0 കോളം കറസ്പോണ്ടിങ് ഇൻപുട്ട് ഓൾസോ. ഇതിനകത്ത് താഴെ എഴുതിയ കണ്ടോ, A0 എന്ന് പറഞ്ഞ കോളത്തിലെ എല്ലാ 1കളും നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. A0 എന്ന് പറഞ്ഞ കോളത്തിലുള്ള 1കൾ എവിടേക്കാണ് നോക്കിക്കോളൂ. A0ൻ്റെ ഒരു 1 ഇവിടെ അല്ല കാണുന്നത്, ഇതിനെ നേരെ നോക്കൂ, എവിടെ 1? D1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? D1 പ്ലസ് അടുത്ത 1 എവിടെ നോക്കുക? ഇവിടെ നേരെ നോക്കൂ, എവിടെ? D3. അപ്പോൾ D1 പ്ലസ് D3 പ്ലസ് അടുത്ത 1 എവിടെ? ഇതല്ലേ, ഇവിടെ നേരെ പോണ എങ്ങോട്ട് നോക്കൂ, ഇവിടെ D5 പ്ലസ് അടുത്ത 1 ഇവിടെ ഉണ്ടോ, ലാസ്റ്റ് D7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? A0 ഈക്വൽ ടു D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് D7 എന്ന് നമ്മൾ എഴുതും. ഇതേപോലെ നമ്മൾ A1ൻ്റെ നോക്കും. A1ൽ എവിടെയൊക്കെ 1 ഉണ്ടോ നോക്കും, ഇവിടെ ഒരു 1, ഇതിൻ്റെ നേരെ പോയ എവിടെ 1 കണ്ടോ, D2 പ്ലസ് അടുത്ത 1 ഇവിടെ, D3 പ്ലസ് അടുത്ത 1 ഇവിടെ, ഇവിടെയും ഇതിന് താഴെ അല്ലേ. അപ്പം നേരെ പോകുമ്പോൾ D6 പ്ലസ് D7. അപ്പോൾ A1ന് നമ്മൾ എന്ത് ചെയ്തു? D2 പ്ലസ് D3 പ്ലസ് D6 പ്ലസ് D7. ഫൈനലി A2ൻ്റെത് നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കും. ഇവിടെ അല്ലേ ഈ 4 1കളല്ലേ, ഇതിന് നേരെ നോക്കിക്കോളൂ ഏതൊക്കെയാണ്? D4, അതിന് തൊട്ട് താഴെയുണ്ട് D5 D6 D7. അപ്പോൾ D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7 എല്ലാതും നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്രഷൻസ് A0ക്കും A1നും A2ക്കും നമ്മൾ എന്ത് ചെയ്യുക? ട്രൂത്ത് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ താഴെ എഴുതി നോക്കൂ, ഇറ്റ് ഹാസ് 8 ഇൻപുട്ട് ആൻഡ് 3 ഔട്ട്പുട്ട്. ഇതിനകത്ത് 8 ഇൻപുട്ടുകളുമുണ്ട്, 3 ഔട്ട്പുട്ട് ലൈൻസുമാണ് കാണപ്പെടുന്നത്. കറസ്പോണ്ടിങ് ടു 8 ഒക്ടൽ വി ഗെറ്റ് 3 ബൈനറി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 ബിറ്റുള്ള ഒക്ടലിന് തുല്യമായിട്ടുള്ള ഈ 8 ബിറ്റുള്ള ഒക്ടലിന് തുല്യമായിട്ടുള്ള ബൈനറി വാല്യൂ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ട്രൂത്ത് ടേബിളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. 8 ബിറ്റ് ഒക്ടലിന് തുല്യമായിട്ടുള്ള ബൈനറി വാല്യൂ ആണ് നമുക്ക് ഇന്ന് കിട്ടുക, ഔട്ട്പുട്ടിനകത്ത് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്? ഒക്ടൽ ടു ബൈനറി എൻകോഡർ എന്ന് പറയാൻ കാരണം. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒന്നുകൂടി വേണ്ടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. സപ്പോസ് A2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അഥവാ A0 ആണ് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. A0 ആണെങ്കിൽ A0 ഈക്വൽ ടു 1 എവിടെ വരുന്നത് നോക്കുക, ഇവിടെ അല്ലേ. ഈ 1ൻ്റെ നേരെ 1 ഏതാ? ഇതല്ലേ D1. അപ്പോൾ D1 പ്ലസ്
അടുത്ത ഈ വണ്ണിൻ്റെ നേരെ വരുന്ന വണ്ണ് ഏതാ? ഇതല്ലേ, D3 പ്ലസ് ഇതിൻ്റെ നേരെയുള്ള വണ്ണ് ഏതാ? നേരെയുള്ള വണ്ണ് ഏതാ? D5 പ്ലസ് ഇതിൻ്റെ നേരെയുള്ള വണ്ണ് ഏതാ? പ്ലസ് D7. അപ്പോൾ നമുക്ക് എന്നിട്ട് A0 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതുപോലെ നമ്മൾ എന്തിൻ്റെത് കണ്ടുപിടിക്കണം? A1ൻ്റെതും കണ്ടുപിടിക്കണം. A1ൻ്റെ നോക്കൂ, A1 ഈസ് ഈക്വൽ ടു A1ൻ്റെ 1 വരുന്നത് ഇവിടെ, 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 ഇവിടെ. ഇതിൻ്റെ നേരെ നോക്കൂ ഇവിടെ D2. അപ്പോൾ D2 പ്ലസ് അടുത്തെവിടെ D3 പ്ലസ് അടുത്തെവിടെ ഇവിടെ, ഇവിടെ. ഇപ്പം എന്ത് കിട്ടും? D6 പ്ലസ് D7 ഇന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? A1ൻ്റെ ഇക്വേഷനും നമ്മൾ സ്ക്രീനിൽ നിന്ന് ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 1 എവിടേക്കുണ്ടോ അതിനൊക്കെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇതുപോലെ നമുക്ക് A2ൻ്റെതും കൂടെ കണ്ടുപിടിക്കാം. A2 ഇസ് ഈക്വൽ ടു A2ൽ എവിടേക്ക് 1 വരുന്നത്? ഇവിടെ, 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 ഇവിടെ. ഈ 4 വാല്യൂസ് അല്ലേ? അപ്പോൾ ഇതിനെ നേരെ നോക്കിക്കോളൂ. D4, D5, D6, D7 ഇതിക്കോളൂ. അപ്പോൾ നമ്മൾ എഴുതുന്നു D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7 എന്ന് നമ്മൾ വാല്യൂ ട്രൂത്ത് ടേബിളിൽ നിന്നും എഴുതിയെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുന്നത്. എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് ട്രൂത്ത് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക? ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്ലൈഡിൽ കാണുന്നത്. നോക്കൂ, സർക്യൂട്ട് ഡയഗ്രാം നോക്കൂ. D0, D1, D2, D3, D4, D5, D6, D7 8 ഇൻപുട്ടുകളും ഞാൻ സ്ക്രീനിൽ കൊടുത്തു. അതുപോലെ നമുക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ 7 ലൈനുകൾ നമ്മൾ വരയ്ക്കും. ഇങ്ങനെ D6, D5, D4, D3, D2, D1, D0 അല്ലേ? അതായത് D7 മുതൽ D0 വരെ നമ്മൾ ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് A2ൻ്റെ ഇക്വേഷൻ. A2ൻ്റെ നോക്കും. A2 ഈക്വൽ ടു D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7. അപ്പോൾ ഇതിൽ നിന്ന് D4ൽ നിന്ന് ലൈൻ വരയ്ക്കുന്നു, D5ൽ വരയ്ക്കുന്നു, 6ൽ നിന്ന് വരയ്ക്കുന്നു, 7ൽ നിന്ന് വരയ്ക്കുന്നു. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയിട്ടുള്ള ഈ വാല്യൂവിന് നമ്മൾ നേരെ ഗേറ്റിലോട്ട് കൊടുക്കും അല്ലേ? അങ്ങനെ A2 കിട്ടി. അടുത്ത് നോക്കൂ, നമ്മുടേത് ഇതേപോലെ A1ൻ്റെ കണ്ടുപിടിക്കുക. A1 നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ കറസ്പോണ്ടിങ് ലൈനിൽ നിന്ന് എടുക്കുന്നു, നേരെ ഗേറ്റിലോട്ട് കൊടുക്കുന്നു. അതേപോലെ A0 നമ്മൾ എടുക്കും. A0 നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഈ തന്നിട്ടുള്ള ഇൻപുട്ടിൽ നിന്ന് എടുക്കുന്നു, നേരെ ഗേറ്റിലോട്ട് കൊടുക്കുന്നു. ഇത്ര മാത്രം ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. അതിൽ നിന്നും ഇക്വേഷൻസ് ആദ്യം കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വലിയ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് എല്ലാതും വരയ്ക്കുന്നതിന് പകരം നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെറിയ ഒരു ഇക്വേഷനിലോട്ട് എത്തിക്കും. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഒക്ടൽ ടു ബൈനറി എൻകോഡർ അഥവാ 8x3 പ്രയോറിറ്റി എൻകോഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഈ വരച്ചിട്ടുള്ളത് കണ്ടോ? ഇനി നമ്മുടെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ ടു BCD, അതായത് 10x4 ലൈൻ എൻകോഡർ എന്നാണ് നമ്മൾ പറയുക. 10x4 ഡെസിമൽ ടു BCD, ബൈനറി കോഡഡ് ഡെസിമൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് BCD. നോക്കൂ, ഡെസിമലും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിനകത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡെസിമൽ ടു BCD അഥവാ 10x4. 10x4 എന്ന ക്വസ്റ്റ്യനകത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. എന്താ? ആ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. 10x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻപുട്ട് ഉണ്ടായിരിക്കും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9
0 മുതൽ 9 വരെ, അതായത് 10 സംഖ്യകൾ 0 മുതൽ 9 വരെ ഇൻപുട്ടും 4 ഔട്ട്പുട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്പുട്ട് എടുക്കുക. A0, A1, A2, A3 ഏതെങ്കിലും 4 ഔട്ട്പുട്ട്, അല്ലെങ്കിൽ X0, X1, X2, X3 ഓർ Y0, Y1, Y2, Y3 ഏതെങ്കിലും 4 ഔട്ട്പുട്ട് സെക്ഷൻസും നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പേരിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ ഫിഗർ വരയ്ക്കുക എന്നുള്ളത്. നോക്കൂ, ഡെസിമൽ ടു BCD 10 × 4 ലൈൻ എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 4 ഡെസിമൽ ബാർ BCD എൻകോഡർ. ഇപ്പോൾ 0 മുതൽ 9 വരെ നമ്മൾ വരയ്ക്കുന്നു. അതേപോലെ BCD ഔട്ട്പുട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 0 മുതൽ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡെസിമൽ നമ്പർ 10 നമ്പേഴ്സ് കൊടുക്കുന്നു. മാത്രമല്ല BCD എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് സെക്ഷൻ നമ്മൾ എടുക്കുന്നു. ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 10 × 4 ലൈൻ എൻകോഡർ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലോജിക് സിമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത്ര ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് 0 മുതൽ 9 വരെ നമ്മൾ കഴിഞ്ഞതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചില്ലേ, അതേപോലെ തന്നെ ആദ്യം 0-ൽ 1 കൊടുക്കും, പിന്നെ 1-ൽ കൊടുക്കും, 2-ൽ കൊടുക്കുന്നു, 3-ൽ കൊടുക്കുന്നു. അതായത് ഡയഗണലായിട്ട് നമ്മൾ 1കൾ കൊടുത്ത് പോകുന്നു. അതിൻ്റെ മുമ്പിലുള്ളതിന് ബിറ്റുകൾ 0യും അതിൻ്റെ പിന്നിലുള്ള ബിറ്റിനെയും നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. അതിന് സമാന്തരമായിട്ടുള്ള BCD സംഖ്യകൾ നമുക്ക് എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇത് തന്നെയാണ് നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത്. ഡെസിമൽ ടു BCD 10 × 4 ലൈൻ എൻകോഡർ. ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരയ്ക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ ഇങ്ങനെയാണ്, സിമ്പിൾ ഇങ്ങനെയാണ് വരയ്ക്കുക എന്ന് മെൻഷൻ ചെയ്താൽ മതി. നോക്കൂ, ഇതിൻ്റെ ട്രൂത്ത് ടേബിളും ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ കഴിയും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് നോട്ടിലോട്ട് വരയ്ക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഡെസിമൽ സംഖ്യ എങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്കറിയില്ലേ, ഇത് D7 അല്ലേ, ഡെസിമൽ ആകുമ്പോൾ D9 മുതൽ D0 വരെ കാണും. A3, A2, A1, A0 4 ഔട്ട്പുട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 10 × 4 ലൈൻ എൻകോഡറിനും വരയ്ക്കുക. 10 വരെ വരയ്ക്കാനുണ്ടാവും. അതേപോലെ BCD സംഖ്യകളായിരിക്കും ഇതിനകത്ത് കിട്ടുക. ഇത് വരയ്ക്കുക, ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. 10 × 4 ലൈൻ എൻകോഡർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ 10 × 4 ലൈൻ എൻകോഡർ നിങ്ങൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരണം. ഓക്കെ, അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകോഡറാണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു എൻകോഡേഴ്സ്. എൻകോഡർ എന്താ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പ്രോഗ്രാമിംഗ് സെക്ഷൻസിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, കോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ ചെയ്യുന്നില്ലേ. ഒരു ഡാറ്റ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ഡാറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ ചെയ്യുന്നതാണ് എൻകോഡിങ്, ഡാറ്റയെ ഡിക്രിപ്ഷൻ ചെയ്യുന്നതാണ് ഡീകോഡിങ്. അതായത് ഓരോ കോഡ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതിനല്ലേ നമ്മൾ കോഡിങ് ചെയ്യാം, എൻകോഡറും ഡീകോഡറും യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പ്രയോറിറ്റി എൻകോഡർ പഠിച്ചു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഡീകോഡർ പഠിക്കാനുണ്ട്. നമ്മൾ മക്സ് പഠിച്ചു, അതുപോലെ DMux പഠിച്ചു. സെയിം തന്നെ ഇവിടെയും എൻകോഡറും ഡീകോഡറുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീകോഡറിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡീകോഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനറി ഡീകോഡേഴ്സ് ആർ അനദർ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ലോജിക് ഡിവൈസ് ദാറ്റ് ഹാസ് ഇൻപുട്ട് ഓഫ് 2-bit 3-bit or 4-bit code depending upon the number of data input lines. അപ്പോൾ ബൈനറി ഡീകോഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡിജിറ്റൽ ലോജിക് ഡിവൈസുകളാണ്. അതിനകത്ത് 2-bit 3-bit 4-bit കോഡോ ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ്. ഡാറ്റ ഇൻപുട്ട് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെന്തുണ്ടായിരിക്കും, ചിലപ്പോൾ 2-bit ആയിരിക്കാം, ചില സമയത്ത് 3-bit ആയിരിക്കാം, അല്ലെങ്കിൽ 4-bit കോഡുകൾ ഉണ്ടായിരിക്കാം. അതായത് n ഇൻപുട്ട്സ് ഉണ്ടായിരിക്കാം. അതേപോലെ 2n ഔട്ട്പുട്ടുമായിരിക്കും. എൻകോഡറിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഡീകോഡിങ് ചെയ്യാം. സോ എ ഡീകോഡർ ദാറ്റ് ഹാസ് എ സെറ്റ് ഓഫ് 2 or more bits will be defined as having an n-bit code and therefore it will be possible to represent 2n possible values. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ a decoder will has n number of input and 2n outputs. നേരത്തെ എൻകോഡറിൽ എന്താ ഉണ്ടായിരുന്നത്, 2n ഇൻപുട്ടും n ഔട്ട്പുട്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ നേരെ റിവേഴ്സാണ് ഡീകോഡിങ് ചെയ്യുക. n ഇൻപുട്ടും 2n ഔട്ട്പുട്ടുമാണ് എന്ത്, ഡീകോഡറിനകത്ത് കാണുക. നോക്കോളൂ,
കണ്ടോ, n ഇൻപുട്ടും 2n ഔട്ട്പുട്ടും. ഇതാണ് നമ്മുടെ ഡീകോഡറിനകത്ത് കാണാം. ഇതൊക്കെ നമ്മുടെ ഒരുപാട് ലൈൻസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇതിനകത്തും ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഡീകോഡറിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ ഒരു റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കൂ. Decoder is a combination circuit that convert an n-bit binary input code to m output lines. n-bit binary input കോഡിനെ m ഔട്ട്പുട്ട് ലൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എൻകോഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഫിഗർ നോക്കൂ. n ഡീകോഡർ, അതായത് n ഇൻപുട്സും 2n ഔട്ട്പുട്സുമാണ് ഡീകോഡറിനകത്തുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 4 ലൈൻ ഡീകോഡറാണ്. 2 to 4, 2:4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും അടങ്ങിയിട്ടുള്ള ഡീകോഡർ. ഇൻപുട്ട് ഞാൻ കൊടുത്തത് A0 A1 എന്ന് കൊടുത്തു. ഔട്ട്പുട്ട് ഞാൻ D0 D1 D2 D3 എന്ന് മെഷർ ചെയ്തു. എൻകോഡർ വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. 2 ഇൻപുട്ട് A0 A1 എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും, D0 D1 D2 D3 എന്ന് പറഞ്ഞിട്ടുള്ള 4 ഔട്ട്പുട്ടും. ഓരോ ഔട്ട്പുട്ടിലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പിനേഷൻസ് ആയിരിക്കും. 0 D0യിൽ നമുക്ക് കിട്ടുന്നത് 0 അടുത്തത് 0 അടുത്തത് 1 ആൻഡ് ഫൈനലി D3യിൽ നമുക്ക് കിട്ടുന്നത് 1 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. ട്രൂത്ത് ടേബിളിനകത്ത് നോക്കിക്കോളൂ. A1 A0 എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് സെക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ നോക്കൂ. A0 0 0 1 1 0 1 1 കൊടുത്തു അല്ലേ. ഇനി D3 D2 D1 D0 നോക്കിക്കോളൂ. 0 0 ഇൻപുട്ടിൽ കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ 0 0 എന്ന കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? D0യിൽ 1 കിട്ടുന്നു അല്ലേ. 0 1 കൊടുക്കുമ്പോൾ D1ൽ 1 കിട്ടുന്നു. 1 0 കൊടുക്കുമ്പോൾ D2യിൽ 1 കിട്ടുന്നു. 1 1 കൊടുക്കുമ്പോൾ D3ക്കകത്ത് നമുക്ക് 1 കിട്ടുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റും. നേരത്തെ എന്താ സംഭവിച്ചിരുന്നത്? ഈ ഇതിനകത്ത് നമ്മൾ വാല്യൂ, അതായത് ഇത് നമ്മുടെ ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടുമായിരുന്നു എൻകോഡറിനകത്ത്. അതിൻ്റെ നേരെ റിവേഴ്സാണ് ഡീകോഡറിൽ സംഭവിക്കുക. എന്താ? ഈ കാണുന്നത് ഇൻപുട്ടും ഈ കാണുന്ന 4 എണ്ണുള്ളത് ഔട്ട്പുട്ടുമായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കൂ, D0 എന്ന് പറഞ്ഞതിനൊരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? D0ൻ്റെ നേരെ ഉള്ളത് ഏതാ നോക്കിയാൽ പോരെ. ഈ 1ൻ്റെ നേരെയുള്ള സംഖ്യ ഏതാ നോക്കുക. ഈ 2 ബിറ്റുകളാണ് അല്ലേ. 1 എടുത്തു. 1ൻ്റെ നേരെയുള്ള 2 വേരിയബിൾ ഏതാന്ന് നോക്കുക. ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? A1ഉം A0യുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A1 ബാർ A0 ബാർ എന്ന് കൊടുക്കുന്നു. കാരണം രണ്ടും 0 ആണ്. അടുത്ത 1 എവിടെ നോക്കുക? D1ൽ 1 എടുത്തു. ഈ 1ൻ്റെ നേരെയുള്ള ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഇത് രണ്ടുമാ അല്ലേ. അപ്പം നമ്മൾ A1 ബാർ A0 എന്ന് കൊടുത്തു. അടുത്ത് നോക്കൂ, 1 എടുത്താൽ ഇതിന് നേരെ എന്തൊക്കെയാണ്? A1 A0 ബാർ ആൻഡ് ഫൈനലി ലാസ്റ്റത്തിൻ്റെ 1 എടുത്താൽ അതിൻ്റെ നേരെയുള്ള ഇൻപുട്ട് ഏതൊക്കെയാണ്? A1 A0. കണ്ടോ? കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1 എടുക്കുന്നു, അതിൻ്റെ നേരെയുള്ള ഇൻപുട്ടുകളെ രണ്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? അതാണ് നമ്മുടെ ഡീകോഡറിനകത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇതിനകത്ത് നോക്കൂ, ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് ആൻഡ് 4 ഔട്ട്പുട്ട്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ 2 ഇൻപുട്ടുണ്ട് 4 ഔട്ട്പുട്ടുണ്ട്. സർക്യൂട്ട് ഡയഗ്രാം വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. ഇങ്ങനെ A1 വരച്ചു, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. A1 ഉണ്ട്, A1 ബാർ ഉണ്ട്, A0 ഉണ്ട്, A0 ബാറും ഉണ്ട് അല്ലേ. അപ്പോൾ A1 ഫസ്റ്റത്തെ D0 എന്ന് പറഞ്ഞാൽ എന്താ? A0 ബാർ A1 ബാർ അല്ലേ. അപ്പോൾ A1 ബാർ എന്ന് ലൈൻ എടുക്കുന്നു, A0 ബാർ എന്ന് ലൈൻ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ പുറത്തുനിന്ന് ഒരു ലൈൻ എടുത്തിട്ട് എന്തോട്ട് കൊടുക്കും? D0, അതായത് ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. അതിനെ നമ്മൾ D0 എന്ന് മാർക്ക് ചെയ്യുന്നു. അതായത് 3 ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഒരു ഇൻപുട്ട് A1ൻ്റെത്, ഒരു ഇൻപുട്ട് A0ൻ്റെത്, ഒരു ഇൻപുട്ട് D0ൻ്റെത്. അങ്ങനെ 3 എണ്ണമായിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ഗേറ്റിലോട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇനി അടുത്ത് നോക്കിക്കോളൂ. അടുത്ത് നമ്മൾ D1 എന്ന് പറയുന്നത് ഡാറ്റ കിട്ടൽ എപ്പോഴാണ് നമുക്ക്? A0 ബാർ A1, A0 ബാറിൽ നിന്നൊരു ലൈൻ എടുക്കുന്നു, A1ൽ നിന്നൊരു ലൈൻ എടുക്കുന്നു. നമ്മൾ ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കും അല്ലേ. എന്നിട്ട് D1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുറത്തുനിന്നൊരു ലൈൻ നമ്മൾ എടുക്കും. D1 എന്ന് പറഞ്ഞാൽ ഡാറ്റയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് D1 എന്ന് പറഞ്ഞിട്ട് ലൈൻ നമ്മൾ എടുക്കുന്നു. അത് നമ്മൾ ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്നിട്ടും D1 വീണ്ടും മാർക്ക് ചെയ്യും.
അടുത്ത് ഇതേപോലെ D2 നമ്മൾ എഴുതുന്നു, അതേപോലെ തന്നെ നമ്മൾ D3യും എഴുതുന്നു. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാവുന്നതേ ഉള്ളൂ ഡീകോഡറിൻ്റെ. ഈ കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് തന്നെ ഡീകോഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ കാണിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി എൻകോഡറിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്, മക്സ് പഠിച്ചിട്ടുള്ളതാണ്, ഡിമക്സ് പഠിച്ചു, ആഡർ, സബ്ട്രാക്ടർ, ഫുൾ ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഈ കണ്ട എല്ലാ കോമ്പിനേഷണൽ സർക്യൂട്ട്സും നമ്മൾ വരച്ചു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണോ സർക്യൂട്ട് ഡയഗ്രാം വരച്ചത്, ബൂലിയൻ എക്സ്പ്രഷൻസ് അഥവാ നമ്മുടെ ലോജിക്കൽ എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് ആ സിംപ്ലിഫൈ ചെയ്ത എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കും. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ട്രൂത്ത് ടേബിൾ നോക്കുക, എവിടേക്കാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഉള്ളത് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത് നോക്കൂ, അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ടു ഒക്ടൽ ഡീകോഡറാണ്. അതായത് 3:8 ഡീകോഡറാണ്. പേരിൽ നിന്ന് മനസ്സിലാക്കാം, 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ടുമാണ് ഇതിനകത്തുള്ളത്. ഔട്ട്പുട്ട് ഞാൻ ഇൻപുട്ട് ഞാൻ ABC എന്ന് കൊടുത്തു. ഔട്ട്പുട്ടിന് ഞാൻ D0 മുതൽ D7 വരെ കൊടുത്തു അല്ലേ. എന്നിട്ട് ഞാൻ കോമ്പിനേഷൻ കൊടുത്തു 0 0 0 0 0 1 0 1 1 0 1 0 1 1 1 1. ഓൾട്ടർനേറ്റ് ആയിട്ട് 0 1 0 1 0 1 0 1. വളരെ സിമ്പിളാണ്, നേരത്തെ എൻകോഡറിൽ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ചെയ്താൽ മതി. നോക്കൂ, 0 0 0 ആണെങ്കിൽ D0യിൽ 1 കിട്ടുന്നു, 0 0 1 ആണെങ്കിൽ D1ൽ കിട്ടുന്നു. അടുത്തത് D2 D3 D4 D5 D6 D7. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇതിൻ്റെ മുന്നിലുള്ള ബിറ്റുകളും പിന്നിലുള്ള ബിറ്റുകളും നമ്മൾ 0 വെച്ച് അസൈൻ ചെയ്തു വന്നു. അവസാനത്ത് നോക്കൂ, 1 1 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, D7ൽ 1 കിട്ടുന്നു അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഡി എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. D0 എന്ന് പറഞ്ഞത് ഇതല്ലേ, ഔട്ട്പുട്ട് ഇതല്ലേ. ഇതിൻ്റെ നേരെയുള്ള 3 ബിറ്റുകൾ ഏതൊക്കെയാണ്, 0 0 0യാ. നമ്മൾ എന്ത് ചെയ്യും, A ബാർ B ബാർ C ബാർ, അത് നമ്മളിവിടെ എഴുതി, A ബാർ B ബാർ C ബാർ. അടുത്ത 1 D1 അല്ലേ, അതിൻ്റെ നേരെയുള്ള ഇൻപുട്ട് ഏതൊക്കെയാണ് നോക്കൂ, A ബാർ B ബാർ C. അടുത്തേതാ നോക്കൂ, A ബാർ B C ബാർ. അടുത്ത 1ൻ്റെ നേരെയുള്ളത് നോക്കൂ, A ബാർ B C. അടുത്ത 1ൻ്റെ നേരെയുള്ളത് നോക്കൂ, A B ബാർ C ബാർ. അടുത്ത് നോക്കൂ, A B ബാർ C. അടുത്ത് നോക്കൂ, A B C ബാർ. ആൻഡ് ഫൈനലി ലാസ്റ്റ് 1 ഏതാ, A B C. കണ്ടോ, അതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള 7 ഇക്വേഷൻസുകളും. 7ൻ്റേതും നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. വരയ്ക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, A വരയ്ക്കുന്നു, അതിന് ഈക്വൽ ആയിട്ടുള്ള A ബാർ വരയ്ക്കുന്നു, B വരയ്ക്കുന്നു, B ബാർ വരയ്ക്കുന്നു, C വരയ്ക്കുന്നു, C ബാർ വരയ്ക്കുന്നു. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഫസ്റ്റത്തെ നമ്മളത് എന്താ, A ബാർ B ബാർ C ബാർ അല്ലേ. അപ്പോൾ A ബാറിൽ നിന്നൊരു ലൈൻ വരയ്ക്കുന്നു, B ബാറിൽ ലൈൻ വരയ്ക്കുന്നു, C ബാറിൽ നിന്നൊരു ലൈൻ വരയ്ക്കുന്നു, ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. അതിനെ നമ്മൾ D0 എന്ന് പറഞ്ഞ ലൈൻ നമ്മളിവിടെ D0 എന്ന് അടയാളപ്പെടുത്തി. കണ്ടോ, അതാണ് ഒന്നാമത്തെ വരയ്ക്കുക. അതേപോലെ നമ്മൾ 2ഉം 3ഉം. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ എവിടെ നിന്നാണ് നമ്മൾ പോയിൻ്റ് എടുക്കുന്നത്, അവിടെ നമ്മളൊരു ബബിൾ കൊടുക്കണം കേട്ടോ. ഏതാണോ നമ്മുടെ പോയിൻ്റ് എടുക്കുന്ന നോട്ട്, അവിടെ നമ്മളൊരു ബബിൾ കൊടുക്കണം. ഇങ്ങനെ എന്ത് ചെയ്യുക, 8 എണ്ണത്തിനും നിങ്ങൾ വരയ്ക്കുക, സ്വന്തമായിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ താഴോട്ട് എന്തുണ്ടാവും, 8 ആൻഡ് ഗേറ്റുകൾ ഉണ്ടായിരിക്കും. ഇതൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാതും കൂടെ വരയ്ക്കുക. അപ്പോൾ 2 അസൈൻമെൻറ്റ്, 2 ഹോംവർക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്ന് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വർക്കും, അതേപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നത്തെ ഒക്ടൽ ടു ബൈനറി, ഒക്ടലല്ല ഡെസിമൽ ടു BCD, അതായത് 10x4 ലൈൻ എൻകോഡറും അതേപോലെ 3:8 ഡീകോഡറും. ഈ 2 കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് നോട്ടിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല പോലെ മനസ്സിലാക്കുക. ഇതോടുകൂടി നമ്മൾ എൻകോഡറും അതേപോലെ ഡീകോഡറിൻ്റെയും സെക്ഷൻ അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആൻഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെയുള്ള നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്ലാസ് മനസ്സിലാക്കി എടുക്കുക. സോ താങ്ക് യു.